ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് മുടിയഴിച്ചിട്ട് കടക്കുവാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഇന്നും പലരിലും സംശയമാണ്. അതിന് പ്രധാനമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത് ക്ഷേത്രാചാര നിയമങ്ങളിൽ അശുദ്ധി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ തലമുടി വീഴുന്നതും അശുദ്ധി തന്നെയാണ്. അതുകൊണ്ടാണ് തലമുടി കെട്ടിയിട്ട് തന്നെ അകത്ത് കയറണം എന്ന് പറയുന്നത്. പിന്നെ അതിനെ നമ്മൾ ആചാരപരമായിട്ട് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിശ്വാസപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ തലമുടി എന്നുള്ളത് അത് സംഹാരത്തിൻ്റെ ഭാവമായിട്ട് ചിന്തിക്കപ്പെടുന്നു. കാരണം കാളി, ഇരുണ്ട മുടി അഴിച്ചിട്ട് സഞ്ചരിക്കുന്നവളായ കാളി സംഹാരത്തിൻ്റെ ഭാവമാണ്. അപ്പോൾ അതുപോലെ മുടി അഴിച്ചിടുന്നതും സംഹാരഭാവമായതുകൊണ്ടാണ് നമ്മൾ മുടി കിട്ടിയതിന് ശേഷം മാത്രമേ അമ്പലത്തിൽ കയറാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജ്യേഷ്ഠാ ഭഗവതി സ്ത്രീകളുടെ മുടിത്തുമ്പിൽ കുടികൊള്ളുന്നുണ്ട് എന്നും ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഈ മുടി കെട്ടിയിട്ടതിന് ശേഷം മാത്രമേ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടുള്ളൂ എന്നുള്ളത് നമ്മുടെ വിശ്വാസപരമായിട്ട് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്ന ഐതിഹ്യം. ഇതിൻ്റെ സത്യാവസ്ഥ ഇത് തന്നെയാണ്. മുടി കെട്ടാതെ അകത്ത് കയറുമ്പോൾ ആ മുടി പൊഴിഞ്ഞ് ക്ഷേത്രത്തിനകത്ത് വീഴുകയും അതൊരു അശുദ്ധിക്ക് കാരണമാവുകയും ചെയ്യുമെന്നുള്ളത് കൊണ്ടാണ് മുടി കെട്ടിയിട്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്.